ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് താൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായതെന്ന് സി കൃഷ്ണകുമാർ പ്രതികരിച്ചു. എൻ ശിവരാജന്റേത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. നഗരസഭയ്ക്കെതിരായ പ്രചാരണങ്ങളാണ് വോട്ട് കുറയാൻ ഇടയാക്കിയത്. വീഴ്ചകൾ പഠിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും സി കൃഷ്ണകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അല്ല, എന്നെക്കാളും സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. പക്ഷെ പാർട്ടി എന്നെ തീരുമാനിച്ചു. ഞാൻ പാർട്ടി തീരുമാനം അംഗീകരിച്ചത്. ഇത് എൻ്റെ കുടുംബകാര്യമല്ലല്ലോ. പാർട്ടി എന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു, ഞാൻ മത്സരിച്ചു. നഗരസഭാ ഭരണത്തിനെതിരായിട്ട് നടത്തിയ രണ്ട് മുന്നണികളും നടത്തിയ വലിയ ദുഷ്പ്രചരണം, അത് നഗരത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മറ്റുമൊക്കെ ഉടമസ്ഥതയിലുള്ള റോഡിലെ തകർച്ച പോലും ഞങ്ങളുടെ പരാജയമായിട്ട് കാണിച്ചു. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, കെ സുരേന്ദ്രനെതിരെ ശക്തമായ പടയൊരുക്കം ബി.ജെ.പിയിൽ നടക്കുന്നു. ഒരുപക്ഷേ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് ദേശീയ നേതൃത്വത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. പൂർണ്ണ ഉത്തരവാദി പാലക്കാട്ടെ പരാജയത്തിന്റെ, ബി.ജെ.പിയുടെ പരാജയത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം കെ സുരേന്ദ്രന് ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് വി മുരളീധരൻ അടക്കമുള്ളവരുടെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നോട് മഹാരാഷ്ട്രയെക്കുറിച്ച് ചോദിക്കൂ, കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട്ടെ സാഹചര്യത്തെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇതിന് മറുപടി പറയണമെന്നുകൂടി വി മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പാലക്കാട് ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം. അതിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർബന്ധം കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു പിടിച്ചിരുന്നത്. നേരത്തെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ അവിടെയുള്ള ശിവരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കെ സുരേന്ദ്രൻ ആകണം എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നാണ് വീണ്ടും സി കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം അടിച്ചേൽപ്പിച്ചത്. അതിനെതിരായുള്ള വലിയ പ്രതിഷേധമാണ് കെ സുരേന്ദ്രനെതിരായി നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അവസാനത്തെ ഘട്ടം എന്നുള്ള നിലയിൽ കെ സുരേന്ദ്രൻ നിലവിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ ബി.ജെ.പിയിലെ ഗ്രൂപ്പുകൾക്കിടയിലും അതുപോലെ തന്നെ നേതാക്കൾക്കിടയിലും ഒക്കെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. കാരണം കേന്ദ്ര നേതൃത്വം തന്നെ നിലവിൽ സംസ്ഥാന ഭാരവാഹിത്വം തുടർച്ചയായി വഹിക്കുന്നവരെയൊക്കെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് കടക്കുന്നത്. അതിൽ വി മുരളീധരന്റെ ഇന്നത്തെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം. കാരണം വി മുരളീധരന്റെ ഏറ്റവും അനുയായിയായിട്ടുള്ള ആളാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ വി മുരളീധരനും കെ സുരേന്ദ്രനും ചേർന്നാണ് പാർട്ടിയെ നിയന്ത്രിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വി മുരളീധരനെ പൂർണ്ണമായും കൈയൊഴിയുകയാണ്, കെ സുരേന്ദ്രനെ പൂർണ്ണമായും കൈയൊഴിയുകയാണ് വി മുരളീധരൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ട ഇന്നത്തെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്.